എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ എന്തെങ്കിലും പറയാൻ ശ്രമിക്കാം. ഹരേ നമ്മൾ ഭഗവത്ഗീത യഥാരൂപം 14-ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ 12-ാമത്തെ ശ്ലോകം. 14:12. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ലോഭപ്രവൃത്തിരാരംഭ വിവൃദ്ധേ ഭരതർഷഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ലോഭപ്രവൃത്തിരാരംഭ ലോഭപ്രവൃത്തിരാരംഭ ഭരതർഷഭ. ഹേ ഭരതർഷഭ, ലോഭ ലോഭം, പ്രവൃത്തി പ്രവൃത്തി, കർമ്മണ കർമ്മങ്ങളുടെ, ആരംഭ ആരംഭം, അശമ ശമമില്ലായ്മ, സ്പൃഹ ആഗ്രഹം, ഏതാനി ഇവ രജസി രജസ്, വിവൃദ്ധേ വർദ്ധിച്ചിരിക്കുമ്പോൾ, ജായന്തേ
ജനിക്കുന്നു. ഹേ ഭരതശ്രേഷ്ഠ, രജോഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഭാവാർത്ഥം ജയശ്രീപാട് ടീച്ചൻ. രജോഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അത് ഉയർത്താനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താൻ അതിൽ എന്നെന്നും താമസിക്കാൻ പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖാനുഭവങ്ങളിൽ അത്യാർത്ഥിയുണ്ട്, അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിന്റെ സ്വഭാവമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. नमस्ते सरस्वती देवी गौरीवाणी प्रचार निर्विशेष शून्यवादी पास्ता जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे कृष्ण. അർജുനനോട് ചോദിക്കുകയാണ്, ഭക്തിയുടെ സേവനമാണോ വലുത് അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതാണോ വലുത്? നമുക്കങ്ങനെ ചോദ്യം വന്നിട്ടില്ല. നമുക്കങ്ങനെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംശയം വരും അല്ലേ? എന്താണ് ഭക്തിയുടെ സേവനമാണോ വലുത്? ചിലർ വിചാരിക്കും ഇവിടെയൊക്കെ സേവ ചെയ്ത് എന്ത് ചെയ്യാനാണ്, എന്തെടുക്കാനാണ് അല്ലേ, എന്ത് ലാഭമാണ് നമുക്കുണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിടിപിടിച്ചിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്, സ്വയം ചോദിക്കാറുണ്ട്. അത് തന്നെ ഇവിടെ എന്താണ് അർജുനൻ ചോദിക്കുന്നത്. എന്താണ് ചോദിച്ചത്? ഭക്തിയുടെ സേവനമാണോ വലുത് അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതോ വലുത്? എന്താ ഈ അവ്യക്ത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ? അല്ലേ? പ്രഭയിൽ എത്ര പേർക്ക് പോകണം താല്പര്യമുണ്ട്? പ്രഭയിൽ പോണ്ട, ഞാൻ വരമാട്ടെ. ഭഗവാനിലേക്ക് പോകണല്ലേ? ആ പ്രഭ എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? വെരി ഗുഡ്, നല്ല അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പൊ ഇവിടെ അതാണ് അർജുനൻ ചോദിക്കുന്നത്. ഭക്തിയുടെ സേവനമാണോ വലുത് അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതോ ആണോ വലുത്? ഈ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യമുണ്ട്. ഭഗവാൻ പറഞ്ഞു ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉത്തമം. ആരാ പറഞ്ഞേ? അതിന്റെ അപ്പുറത്തിന് വേറെ ഞാൻ പറയണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയെല്ലാം സൗകര്യം കിട്ടുന്നോ അവിടെയെല്ലാം ചാടി വീണോണം അല്ലേ? നമുക്ക് ഭഗവാനായിട്ട് നമുക്ക് തരുന്ന ഒരു മേഴ്സിയാണ്. നമ്മൾ വിചാരിക്കും ഈ അജയഗോവിന്ദ പ്രഭു പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഗിരിരാജ് പ്രഭു പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ, ഇദ്ദേഹത്തിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നും അല്ലേ? എത്ര പേരാണ് ബ്രഹ്മ മഹോത്സവത്തിൽ സേവ ചെയ്തത്? ചിലർക്ക് കൈ പൊക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ പൊക്കും അല്ലേ? എന്തുമാത്രം സേവ അവസാനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? നമുക്ക് തോന്നി ഇതൊക്കെ തന്നെ നമ്മൾ പോയി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരിയേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ എത്രമാത്രം ചെയ്യാൻ പറ്റും അത്രയും ചെയ്യണം. ഇത്രയും കാലം നമ്മൾ ചെയ്യാതെ വെറുതെ ആയി നോക്കി അങ്ങോട്ടിരുന്നതാണ് അല്ലേ? ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ കാര്യക്ഷമതയോടുകൂടി ഉപയോഗിക്കണ്ടേ? എങ്കിലേ നമുക്ക് ഈ കണക്ക് തീർക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? നമ്മൾ ഈ വളരെ വൈകിയ വേളയിലാണ് തുടങ്ങി. ഈ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. അവർക്കൊക്കെ ഈ പ്രായത്തിലൊക്കെ അവർക്ക് അത് കിട്ടാനുള്ള ഭാഗ്യം അല്ലേ? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അമ്മയുടെയും അച്ഛന്റെയും വയറ്റിൽ വന്ന് പിറന്നതുകൊണ്ടാണ് അല്ലേ? അത്രയും നല്ലൊരു വൈഷ്ണവരുടെ കുടുംബത്തിലായതുകൊണ്ട് അവർക്ക് ആ ഭാഗ്യം കിട്ടി. നമുക്ക് ആ ഭാഗ്യം കിട്ടി. നമുക്ക് ഇപ്പോഴാണ് ഇതൊക്കെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? വളരെ വൈകിപ്പോയി. എത്ര ദിവസമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? ഇനി ഒരു 10-15 കൊല്ലം കൂടി ജീവിച്ചിരിക്കുന്ന ദൃഢമായിട്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? വേണ്ടാന്നല്ല, ജീവിക്കും താല്പര്യമുള്ളവർ. അതെല്ലാം പോട്ടെ, നാളെ രാവിലെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് ഈ ഭയങ്കര വിശ്വാസമല്ല അല്ലേ?
അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതാർക്കെന്നറിയാം? പരീക്ഷന്മാരായിരുന്നു അല്ലേ? അദ്ദേഹത്തിന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, ഞാൻ ഇനി 7 ദിവസം കൂടി ജീവിച്ചിരിക്കുക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ 7 ദിവസം കൊണ്ട് എനിക്ക് മാക്സിമം എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെ എല്ലാ ആചാര്യന്മാരോടും ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെയും അദ്ദേഹം സ്വയം തീരുമാനിക്കുകയല്ല ചെയ്തത്. പിന്നെ ആരോട് ചോദിച്ചു? ഗുരുക്കന്മാരോട് ചോദിച്ചു, ആചാര്യന്മാരോട് ചോദിച്ചു അല്ലേ? നമ്മളാണെങ്കിലോ, ഞാൻ 1.5 പുള്ളിയാണ്, ഇനി ഞാൻ വേറെ ആർക്കെങ്കിലും പോയി ചോദിക്കണം ഇല്ലേ? എല്ലാം എനിക്കറിയാം, ഞാൻ ഭയങ്കര ബുദ്ധിമാനല്ലേ, എനിക്ക് തീരുമാനം എടുക്കാൻ അറിയാം, ഞാൻ എടുത്തോളം തീരുമാനം, വേറെ ആരുടെ ഔദാര്യം വേണ്ടല്ലോ അല്ലേ? അത്രയും അഹംഭാവമാണ് നമുക്ക്, അഹങ്കാരമാണ് അല്ലേ? ഇതൊക്കെ എവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ഇത് തിരിഞ്ഞു നോക്കണം ഇടയ്ക്കിടയ്ക്ക്, ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ അതൊക്കെയാണ് അടിക്കടിക്ക് വെച്ചിരിക്കും എത്രയും അല്ലേ? അതൊക്കെ എങ്ങനെ നമുക്ക് അലിച്ച് കളയാമെന്നുള്ള നിലയിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് 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 അല്ലേ? ജപിച്ച് 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 ജപിക്കുന്നുണ്ടോ? ജപിച്ച് 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 ഭക്ഷണം പ്രസാദമൊക്കെ കഴിച്ചില്ലേ? ഭഗവാൻ പ്രസാദം മാത്രം കഴിച്ച് 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 എന്നാലും നമ്മൾ അങ്ങനെയും പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു അല്ലേ? ഈ നമ്മൾ ശുദ്ധീകരിച്ച് വരുമ്പോ നമ്മൾ വെളിയിൽ ഒരെണ്ണം ഇങ്ങനെ കാണും അല്ലേ? അപ്പൊ നമ്മുടെ വായിക്കകത്ത് നിറയെ കപ്പലോടും ഐസ്ക്രീം മൊത്തം ചേർന്നാലും കുഴപ്പമില്ല, നമുക്ക് കുടിക്കാറുണ്ട് അല്ലേ? പോയി അതുവരെ ശുദ്ധമാക്കിയതൊക്കെ താഴെ വീണ്ടും കറുപ്പായി. അതുകൊണ്ടാണ് നമുക്ക് ശുദ്ധമായി കിട്ടാത്തത് അല്ലേ? ഇതൊന്നും കഴിച്ചില്ലെങ്കിലോ മനസ്സിലെങ്കിലും തോന്നും എനിക്ക് കൊള്ളായിരുന്നു അല്ലേ? അത് മതി, ആ ആഗ്രഹം മാത്രം മതി. ആ ആഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം എന്താണ്? അശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് അവിടെ വരികയാണ്. നമ്മൾ എത്രയൊക്കെ ശുദ്ധീകരിച്ച് വെച്ചാലും ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണും അല്ലേ? ആ കുരുത്തക്കേടെല്ലാം പോയി ധാരാളം. പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങണം. അപ്പത്തേനും ഒത്തിരി സമയമായി പോകും. പിറ്റേന്ന് രാവിലെ എങ്ങനെ നമ്മൾ തട്ടിപ്പോയി എന്ത് ചെയ്യും അല്ലേ? ചില കേട്ടോ ഇത്ര കേട്ടോ ഇല്ല, ചില കേട്ടണം. നമ്മൾ ഗുരുമാരായ ഒരാളോട് ചോദിച്ചത്, ഒരു മാതാജിയോട് ചോദിച്ചത്, മാതാജി ഇവിടെ മാത്രം ചില കേട്ടിട്ട് വളരെ സന്തോഷമായിട്ട് ഫ്രണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഗുരുമാരായ ഇങ്ങനെ നോക്കിയിട്ട് ഫുൾ ബോഡി കവേർഡാണ് വിത്ത് സാരി അല്ലെ? സാരി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ മൂടി വെച്ചിരിക്കും അല്ലേ? ഗുരുമാരായ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അപ്ലൈ ചെയ്തില്ലെങ്കിൽ അപ്പോഴാണ് മാതാജി മനസ്സിലായത്, ഞാൻ ഇവിടെ മാത്രം ഇട്ടിട്ട് കളിപ്പിക്കാനുള്ളതാണ്. കണ്ടോ? ഗുരുമാരായന്റെ അങ്ങനെയുള്ള ആചാര്യന്മാരുടെ ഫ്രണ്ടിൽ നിന്ന് പോയി നിന്ന് കൊടുക്കരുത്. അവർക്ക് ഒന്ന് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും, എല്ലാം സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും, നോക്കിയാൽ മതി അല്ലേ? ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം അവർക്ക് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ചോദിച്ചു, ഇഫ് യു ആർ നോട്ട് അപ്ലൈയിങ് തിലക് ഓൺ യുവർ ബോഡി, ഹൗ ക്യാൻ ഐ പ്രൊട്ടക്ട് യു? ഹൗ ക്യാൻ ഐ പ്രൊട്ടക്ട് യു എന്നാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? നിന്നെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുമെന്നാണ്. അപ്പൊ അതാണ് തിലകത്തിന്റെ മഹിമ. ഇതോ ഇനി ഇതറിയാമോ? എത്ര സ്ഥലത്തിനും 12 18 14 അതേ ഒരെണ്ണം ഇഷ്ടം 13 അല്ലേ? 13 സ്ഥലത്ത് വേണം നമ്മൾ ശരീരഭാഗങ്ങൾ ഇടണം. അവിടെ ഓരോ സ്ഥലത്ത് നമ്മൾ ഇടുമ്പോൾ അവിടെ ഓരോ ദേവന്മാരെ അല്ലേ, വിഷ്ണുവിലെ ഭഗവാന്മാരെ നമ്മൾ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. സോ നമ്മള് അവരെല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ ശരീരത്തെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യണം. ഇടുന്നുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്, സൂപ്പർ അല്ലേ? വേറെ ഒന്നും വേണ്ട. തിലകം ഉള്ളിടത്ത് ആരും വരില്ല, യമദൂതൻ പോലും വരില്ല, അവര് മാറി നിൽക്കും അല്ലേ? അപ്പൊ ആര് വരും? വിഷ്ണു ദൂതര് വരും അല്ലേ? വിഷ്ണു ദൂതര് വേണോ യമദൂതന്മാര് വേണോ? അപ്പൊ മര്യാദയ്ക്ക് തിലകെട്ട് പഠിക്കാം അല്ലേ? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും തിലകെട്ടേ തിലകെട്ടിട്ടേ വരാവൂ. കാര്യം നമുക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാ? നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് അല്ലേ? നമ്മളെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്, വേറെ ആർക്കും വേണ്ടിയല്ല. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അപ്ലൈ തിലക് അല്ലേ? നമുക്ക് വേണ്ടിയാണ്. ഗുരുമാരെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാം അല്ലേ? അത് വേണം, അതത്ര കാര്യക്ഷമതയോടുകൂടി വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പൊ ഇവിടെ ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉത്തമമെന്ന് ഭഗവാനോട് പറയാണ്. സമാധാനപൂർവം എന്നെ സേവിച്ച് എന്റെ ധാമം പോകാം അല്ലെ? അപ്പൊ സമാധാനപരമായിട്ട് ആരെ സേവിക്കണം? ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ കൃഷ്ണനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാൻ പറ്റും? എവിടെ എത്താൻ പറ്റും?
അവിടെ പോയാൽ പോലെ കുറച്ചുകൂടി മുകളിലോട്ട് ഗോലോകവൃന്ദാവനത്തിലേക്ക് അല്ലേ? വൈകുണ്ഠത്തിന് പോയാലും മതി. എന്തുകൊണ്ടാണ് വൈകുണ്ഠത്തിൽ നമുക്ക് പോകാൻ ഇഷ്ടമല്ലാത്തത്? വേണ്ട, അവിടെ തന്നെ മതി. ഭഗവാൻ ക്ലോസ് അല്ല, അവിടെ ഒഫീഷ്യലാണ്, ഡിപ്ലോമാറ്റിക്കാണ് വൈകുണ്ഠത്തിൽ. അറിയാമോ? ഒരു ജഡ്ജ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ? അങ്ങനെ ആരും നോക്കി ചിരിക്കില്ല, അതിൽ ആരും ഹലോ ഒന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറയത്തില്ല അല്ലേ? അല്ലെ, വളരെ ഗാംഭീര്യത്തോടുകൂടി ഇരിക്കും അല്ലേ? നമ്മളൊക്കെയോ സാർ സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദൂരെ നിൽക്കണം അല്ലേ? അടുത്ത നോക്കിയാണ് ദൂരെ നിൽക്കാൻ പറയും. അടുത്ത് വന്ന് ആരോടെങ്കിലും സിഗരറ്റ് ഓടിക്കും അല്ലേ? അപ്പോ അവിടെ ഒരു ഒഫീഷ്യൽ റിലേഷൻഷിപ്പാണ്. ഈ ജഡ്ജ് വീട്ടിലെത്തിയാൽ എന്താ സംഭവിക്കുക? കൊച്ചു മക്കൾ ഓടിക്കയറി ആന കളിക്കും അദ്ദേഹത്തിന് മോളിൽ കയറി അല്ലേ? നമുക്ക് ആന കളിക്കാനാണ് ഇഷ്ടം. നമുക്ക് ഭഗവാനെ കുറിച്ച് നിർത്തി അല്ലേ? ഭഗവാന്റെ മോളിൽ കയറി കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് കിടന്ന് ഉറങ്ങാനും അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നമുക്ക് ആഹാരം കഴിക്കാനും കാണുമ്പോഴൊക്കെ ഹരികൃഷ്ണൻ പറയാനൊക്കെയാണ് നമുക്ക് ഇഷ്ടം അല്ലേ? അത് എവിടെ നടക്കുള്ളൂ? ഗോലോക വൃന്ദാവനത്തിൽ നടക്കുള്ളൂ. നമ്മൾ അതിൽ ശീലിച്ചേ ഇവിടെ അല്ലേ? നമ്മൾ ഇവിടെ എന്താണോ ശീലിക്കുന്നത് അതായിരിക്കും അവിടെ പോയി എന്ത് ചെയ്യണമെന്നുള്ള പ്രാക്ടീസാണ് ഇവിടെയാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ എന്ത് പറയണം? ഭഗവാൻ വേണ്ടി ഞാൻ എന്താ പറയാം അല്ലേ എന്നാലോചിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കണ്ട ഉടനെ നമുക്ക് ഹരേ കൃഷ്ണ പറയാൻ തോന്നണം. എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? ബൈ പ്രാക്ടീസ് ഓൺലി യു ക്യാൻ അച്ചീവ് ദാറ്റ് അല്ലേ? അർജുനോട് എന്താ പറഞ്ഞത്? ചഞ്ചലം മന കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അർജുനോട് എന്താ പറഞ്ഞപ്പോ എന്റെ മനസ്സ് അങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഇല്ല. അത് സ്വാഭാവികമാണ്. അത് മാറ്റണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ബൈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് നിനക്കത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ഭഗവാൻ തന്നെ. ആരോട് പറഞ്ഞത്? അർജുനോട് പറഞ്ഞു. ഈ അർജുനൊന്നും അറിയാത്തോണ്ടാണോ? എല്ലാം അറിയാം. പക്ഷേ ആ ഒരു അവസരത്തിൽ ആ ഒരു അവസ്ഥയില് അല്ലെ ഈ എന്താണ് കാലിനടിയിൽ നിന്നുള്ള മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നതായിട്ട് തോന്നുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പലപ്പോഴും അല്ലെ? പലപ്പോഴും നമുക്ക് ഇങ്ങനെ കോരിത്തെറ്റി നിന്ന് പോയിട്ടില്ലേ? എന്താ ചെയ്യേണ്ടത് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ അർജുനൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗീത പറഞ്ഞത് അല്ലെ? എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ പറഞ്ഞു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഭീമന് പറഞ്ഞു കൊടുക്കാത്തത്? കാര്യം അവരാരും ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അർജുനൻ മാത്രമാണ് ആ ഒരു നിക്ഷോഭാവസ്ഥ വന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് പറഞ്ഞത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? എന്താണ് അർജുനോട് പറഞ്ഞു കൊടുത്തത്? ഒരെണ്ണം പറയാം, എങ്ങനെ കേട്ടു? യെസ്, ഭക്തനായിരുന്നു. പിന്നെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. പിന്നെ ശിശു ഇല്ല, സ്വീകരിച്ചില്ല. ഭക്തനായിരുന്നു. പിന്നെ ശിശുത്വം സ്വീകരിച്ച് പിന്നീട് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നു. ഭഗവാനോട് അസൂയയില്ലാത്ത ഒരാൾ അല്ലെ? ഒരു കരി പോലും അസൂയയില്ല. എപ്പോഴും കൃഷ്ണാർപ്പണത്തിൽ നിൽക്കുന്ന ആളാണ് ആര്? അർജുനൻ അല്ലെ? അർജുനൻ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണന്റെ മടിയില് തല വെച്ച് കിടന്ന് ഉറങ്ങുന്നു. നോക്കണേ, സുഹൃത്താണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു അല്ലേ? നാരദരെ നോക്കിയപ്പോ എന്താ ചെയ്യണം? അവിടെ ഒരാൾ കൂർക്കം വലിച്ചുറങ്ങണം, ഒരാൾ ഇങ്ങനെ ഒരു ശല്യപ്പെടുത്താതെ ഇങ്ങനെ ഇരിക്കണം അല്ലേ? അപ്പൊ നാരദ മുനിക്ക് മനസ്സിൽ തോന്നിയല്ലേ എനിക്കില്ലാത്ത ഭാഗ്യം അല്ലേ? അസൂയ തോന്നി. അത് ആർക്ക് അപ്പം മനസ്സിലായി? ഭഗവാൻ അപ്പം തന്നെ മനസ്സിലായി. ചിരിച്ചിട്ട് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ അല്ല, അതേ അർജുന ഒരു മുടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ആ മുടി ഒന്ന് എടുത്ത് കാതിൽ വെച്ച് നോക്കണം അല്ലേ? അപ്പൊ എന്താ പറഞ്ഞ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എപ്പോഴും കൃഷ്ണായനമാണ് അത് കേൾക്കുന്നത്. ആ ഒരു വേർവിട്ട് പോയ മുടിയിൽ പോലും അതാണ്. അപ്പൊ ആ ശരീരം മുഴുവൻ എന്തായിരിക്കും അല്ലെ? കംപ്ലീറ്റ് കൃഷ്ണാർപ്പണ വസ്തുവായിരിക്കും അല്ലെ? അങ്ങനെ ഒരാളാണ് അർജുനൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ മടിയിൽ കിടക്കാൻ വേണ്ടി എല്ലാ യോഗ്യതയും മാർക്കുണ്ട്. അപ്പോഴാണ് നാരദ മുനിക്ക് മനസ്സിലായത്, ഇതോ ഇങ്ങനെ ഒരാളാണ് ഈ കിടക്കണം. നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല ഒരാളെ. ഒരു ഭക്തനെ നമ്മൾ ഏത് രീതിയിലുള്ള ഭക്തനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അവരുടെ ബാഹ്യമായിട്ടുള്ള രൂപം കൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഭക്തൻ ഏത് ലെവലിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് അറിയാനേ പറ്റത്തില്ല. അതിനുള്ള ചക്ഷുസ് നമുക്കില്ല, അതിനുള്ള ബുദ്ധിയും നമുക്കില്ല. വളരെ വളരെ ശോഷിച്ച ഒരു ബുദ്ധിയാണ് നമുക്കുള്ളത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ അതിബുദ്ധിമാനെന്നാണ്. ഒരു ബുദ്ധി
ഒക്കെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമോ? അല്ലേ? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ ഇവിടെ എങ്ങനെ ചേർന്നു? അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. അല്ലേ പ്രഭു? തീർച്ചയായിട്ടും നമുക്ക് അത്രയ്ക്കുള്ള ബുദ്ധി തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആ ലെവലിൽ ചിന്തിക്കാൻ പറ്റും. അതിന് മുമ്പ് മോൾ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഗൗരവ പ്രഭുവിനെ പോലെയോ അല്ലെങ്കിൽ അല്ലേ അങ്ങനെയുള്ള IIT എന്നൊക്കെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സും ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെയാണ്. അവരൊക്കെ ബുദ്ധിമാന്മാരാണ്. നമ്മളെ കാരണം IQ കൂടുതലുള്ള ആൾക്കാരാണ്. അവരെന്തുകൊണ്ടാണ് ഭഗവാന്റെ സേവ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ? കാര്യം അവർക്ക് നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ്. നമ്മൾ അതിനെക്കാളും കുറച്ച് ബുദ്ധിയുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വിളിച്ചിട്ടിരിക്കുന്നത്, അല്ലേ? പക്ഷെ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്തേണ്ടത് എവിടെയാണ്? ഗോലോക വൃന്ദാവനം. അവിടെ എത്താൻ പറ്റില്ല നമുക്ക്. തീർച്ചയായിട്ടും പറ്റുമോ ഇല്ലയോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ നമ്മളെ അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മൾ അതിനുവേണ്ടി ചെറിയ 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 കാര്യങ്ങൾ ശ്രമിച്ചാൽ മതി. വലിയ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള? ആദ്യമായിട്ട് എന്താ പറഞ്ഞ? നാമം ജപിക്കുക. ആദ്യം അത് ഭഗവാന്റെ നാമം ജപിക്കാൻ ഒരു കാര്യം നടക്കില്ല, അല്ലേ? ചിലർ പറയും, അയ്യോ ഞാന് നോൺ വെജൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും, ഭർത്താവിന് ഇതില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് വച്ചു കൊടുക്കേണ്ടി വരും, അപ്പൊ ഞാൻ ചെറുതായിട്ട് കഴിക്കും. എക്സ്ക്യൂസ്, മക്കൾക്ക് അതില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കും, അല്ലേ? ആയിക്കോട്ടെ. അതുകൊണ്ട് അവർക്ക് ജപിക്കാൻ പറ്റാതെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അവർക്ക് സുഖമായിട്ട് അവർക്ക് പോലും ജപിക്കാം. പിന്നെ ജപം ഈ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കഴിക്കുന്നവർക്ക് എന്താ തോന്നും? ഞാൻ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ നാമമല്ലേ പറയുന്നത്. ഭഗവാന്റെ നാമം പറയുമ്പോൾ എന്താ പറയുന്നത്? ഭഗവാൻ വന്ന് നമ്മുടെ നാട്ടില് ഡാൻസ് കളിക്കുന്ന പറയുന്നത്, അല്ലേ? അങ്ങനെയുള്ള നാട്ടിനകത്തൊക്കെ നമുക്ക് ഈ എന്താണ് ഡെഡ് ബോഡിയൊക്കെ എടുത്തിട്ട് വല്ല ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഉള്ളിൽ ആരാണ് ഇരിക്കുന്ന? പരമാത്മാവിടെ ഇരിക്കുന്നു. അവിടെ ഞാൻ അതിന്റെ മുകളിൽ കൂടെ ഡെഡ് ബോഡി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒരു ദിവസം തോന്നും. അന്ന് നിർത്തിയാൽ മതി. ആരെയും നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. തല്ലി പഠിപ്പിച്ച ആരും രുചി ഉണ്ടാവോ? ഇല്ല. അതൊരു കാര്യം വന്നിരിക്കും, അല്ലേ? അതിനേക്കാളും നല്ലത് സ്വയം പഠിക്കുന്നതാണ്. തല്ലി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരെന്തോ ചെയ്തോണ്ട് പോട്ടെ, എന്ത് വൃത്തിയോടെ ചെയ്തോണ്ട് പോട്ടെ, അവരെന്ത് ചെയ്യണം? നാമം ജപിക്കാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. നാമം ജപിച്ച് 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 ഒരു ദിവസം അവര് മാറിപ്പോകും. തീർച്ചയായും എന്താണ്, ഒരു സംശയം വേണ്ട, അല്ലെ? ഇത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഭഗവാൻ അത് ഉറപ്പ് തരുന്നു. നീ എന്നാണോ എന്നിൽ സറണ്ടർ ചെയ്യുന്നത്, ഞാൻ രക്ഷിച്ചോളാൻ പറയുന്നു, അല്ലേ? അപ്പൊ അതൊന്നും പിന്നെ 4 യമനിയമങ്ങൾ നമ്മളെല്ലാവരും പാലിക്കുന്നതന്നെയാണ് യമനിയമങ്ങൾ, അല്ലേ? അത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ തീർന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പ്രഭുപാൽ പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാലിന്റെ മുന്നിന്റെ അറ്റത്ത് പിടിച്ചു കഴിഞ്ഞാല് ഐ വിൽ ടേക്ക് യു ബാക്ക് ടു ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ ദീക്ഷ ഗുരുവിന്റെ മുന്നിന്റെ അറ്റത്ത് പിടിച്ചു കഴിഞ്ഞാല് നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹം എവിടെ കൊണ്ടുപോകും? ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന് ഗോലോക വൃന്ദാവനത്തിൽ നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ ഈ ജന്മം പോയില്ലെങ്കിൽ ആ ഭാവം വീണ്ടും ഒന്നുകൂടി ജനിച്ചിട്ട് നമ്മളെ കൊണ്ടേ പോകും. മനസ്സിലായില്ലേ? അപ്പോ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് എന്ത് വേണം? ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണമെങ്കിൽ ആര് വേണം? ഗുരു വേണം, അല്ലേ? ഗുരുവിനെ സ്വീകരിക്കാൻ എത്ര പേര് താല്പര്യമുണ്ട്? കൈ പൊക്കാത്തവർ വിചാരിക്കുക ഞാൻ എന്തുകൊണ്ട് കൈ പൊക്കിയില്ല, അല്ലേ? എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. ആ കാര്യങ്ങളൊന്നും കാരണമേ അല്ല, അതൊക്കെ വെറും എക്സ്ക്യൂസസ് ആണ്. നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്കൊരു ഗുരുവിനെ കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും ഇവിടെ ആദ്യമായിട്ടുണ്ടോ? ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? കൈ പൊക്കാമോ? എന്റെ 2 പേരുണ്ട്. ഇനി വരണ ഓടിക്കളയല്ലേ ഇതൊക്കെ കേട്ടിട്ട്? ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ തോന്നിയ ജലാശയം മാതാജിയുടെ സിസ്റ്ററോ? ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ ഇരിക്കും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ജലാശയം മാതാജിക്ക് സുഖമാണോ? ഹരേ കൃഷ്ണ. വേറെ ആരോ ഇപ്പോ അവിടെ വന്നിട്ടുണ്ടല്ലോ മായപ്പൂര്? ആണോ? മാതാജിയാണ് ഇപ്പൊ പോയത്. യെസ്, ആരോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോ നമുക്കിനി ബാക്കി നോക്കാം. പുരുഷനായ ഇനി അതിന് വീണ്ടും ചോദിക്കാൻ ഈ ശ്ലോകത്തില്, അല്ലെ ഈ അധ്യായത്തിന്റെ ആരത്തില് എന്താണ്? പുരുഷൻ ആരാണ്? പ്രകൃതി ആരാണ്? ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേത്രജ്ഞൻ ആരാണ്, അല്ലെ? എന്നൊക്കെ ചോദിച്ചു. ഈ 13ാമത്തെ അധ്യായത്തിലും 14ാമത്തെ അധ്യായത്തിലും ഇതിന്റെയൊക്കെ ഉത്തരങ്ങളാണ് ഭഗവാൻ പറയുന്നത്. വളരെ വിശദമായി തന്നെ പറയുന്നത്.
14-ാം അധ്യായം 3 ഗുണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഒരു കൊച്ചുകുട്ടിയോട് ഇതൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് വളരെ ആനന്ദം കൊള്ളും. അതിനെ എന്ത് കാണിച്ചാൽ, അതിനെ ഈ പാവകളിയെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ ആനന്ദം. ഈ പാവകളികളുണ്ടോ? പാവകളികളുണ്ടോ? ഈ കൈയും കാലിൽ നൂലൊക്കെ കെട്ടിട്ട് നൂലിങ്ങനെ ഒരാളിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കില്ലേ? അതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പാവകളി കാണാൻ വലിയ ഇഷ്ടമല്ലേ? അല്ലേ? കൊച്ചു കുട്ടികളാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കും അല്ലേ? അവരോട് ഈ 3 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവർ കഴിച്ചോടും അല്ലേ? നമുക്കുള്ള എല്ലാം പറഞ്ഞിട്ട് അവർ പോകും അല്ലേ? അപ്പൊ പക്ഷേ നേരെ മറിച്ച് പാവകളി കണ്ട നമുക്ക് എന്തെങ്കിലും സന്തോഷം വരുമോ? നമുക്കറിയാം അതിന് പുറകിൽ ഒരാളിങ്ങനെ ഇങ്ങനെ കൈ കാണിക്കുന്ന ഇയാളുടെ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് അല്ലേ? നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവും അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്. ഒരു കൊച്ചുകുട്ടിയെ ഇതൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് വളരെ ആനന്ദം കൊള്ളും അതിനെ പാവകളി കാണിച്ചാൽ. നേരെ മറിച്ച് മുതിർന്നവർക്ക് അതെങ്ങനെ അങ്ങനെ ആനന്ദിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അറിയാം ഇതിന്റെ പിന്നില് പ്രവർത്തിക്കുന്ന ഒരാളിനെ കുറിച്ച്. അതുപോലെ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഈ 3 ഗുണങ്ങളിലൂടെയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്. ഇവിടെ എന്തിനാണ് ഈ ഗുണങ്ങളും നിയന്ത്രണങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു പറഞ്ഞില്ലേ? നിയന്ത്രിക്കപ്പെടുന്നു അല്ലേ? നിയന്ത്രിക്കപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ റോഡിൽ കൂടെ ഒരു കാർ ഓടിച്ചു പോകണം അല്ലേ? റോഡിൽ നിയമങ്ങളുണ്ടോ അല്ലേ? അവിടെ സ്പീഡ് ലിമിറ്റ്സ് ഉണ്ട്. ലെഫ്റ്റിൽ കൂടെ പോകാൻ പാടുള്ളൂ അല്ലേ? ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നോ ഓവർടേക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? നോ പാർക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല അല്ലേ? അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അപകടങ്ങളെ ഒഴിവാക്കണം, നമ്മുടെ സുരക്ഷിതമായിട്ട് പോകാൻ അല്ലേ? അപ്പൊ നമ്മള് എവിടെയാണോ എത്തേണ്ടത് ആ ഡെസ്റ്റിനേഷൻ സുരക്ഷിതമായിട്ട് എത്താൻ വേണ്ടിയാണ് ഈ നിയമങ്ങളും അല്ലെങ്കിൽ ഈ ഗുണങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ? ഈ ഗുണങ്ങളെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും? നമ്മൾ മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ എവിടെ എത്താൻ പറ്റും? ഒരു വൃന്ദാവനത്തില് എത്താൻ പറ്റും അല്ലേ? അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, രാവിലെ എല്ലാവരും സത്വഗുണത്തിലായിരിക്കുമ്പോൾ കുടിച്ച് മംഗളാരതിക്ക് പോകുന്നു, ജപിക്കുന്നു. രജോ ഗുണത്തിലാകുമ്പോൾ ആ സമയം നമ്മൾ എന്ത് നോക്കിയിരിക്കും? രാവിലെ നമ്മൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ എന്ത് പറയും? പരസ്പരം നോക്കിയിട്ട് ഭർത്താവ് ഭാര്യയോട് ഹരേ കൃഷ്ണ, അപ്പൊ ഭാര്യ എന്ത് പറയും? ഹരേ കൃഷ്ണ പറയും അല്ലേ? ഉച്ചയാകുമ്പോഴും ഈ ഹരേകൃഷ്ണൊക്കെ എങ്ങോട്ട് മാറും? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ല, ആ കുടത്തിൽ വെള്ളം കൊണ്ടുവന്നാ അല്ലേ ചോദിക്കും. ആ സ്വരത്തിന്റെ വ്യത്യാസം കണ്ട? രാവിലത്തെ ഹരേകൃഷ്ണന്റെ മധുരവും ഈ ഉച്ചക്കലത്തെ ചെമ്പുകുളത്തിലെ ആ വെള്ളത്തിന്റെ വ്യത്യാസം കണ്ട? വൈകിട്ടാകുമ്പോഴോ രാത്രിയാകുമ്പോഴോ ഇല്ലേ? ആ സ്വരത്തിന്റെ വ്യത്യാസം കണ്ടോ? ആ ഭാഷയുടെ വ്യത്യാസം കണ്ടോ? ഇല്ലേ? അതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ 3 ഗുണങ്ങൾ എല്ലാ ദിവസവും വരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സത്വഗുണത്തിൽ നിൽക്കുക അല്ലേ? നമുക്ക് എപ്പോഴും സത്വഗുണം വേണോ, രജഗുണം വേണോ, തമോ ഗുണം വേണോ? സത്വം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഭക്തന്മാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വായി നോക്കും. പിന്നെ ഹരേകൃഷ്ണ മാത്രം പറയില്ലേ? നമ്മൾ ക്ലിക്കർ വെച്ചിട്ടുണ്ട്. ആ ക്ലിക്കർ വെച്ചിട്ട് ചെറിയ ക്ലിക്കർ വെച്ചിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ അല്ലേ മാതാജി? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാച്ചാല് നമ്മൾ എപ്പോഴും ആ സത്വഗുണത്തിലാണ് വർദ്ധിക്കുന്നത്. നമ്മൾ അങ്ങനെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകണം, വേറൊരു ചിന്തയില്ല അല്ലേ? ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഓടിച്ചു പോകണം. അപ്പോൾ ഒരാള് വളരെ സ്പീഡിൽ ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ വന്നിട്ട് ഗ്ലാസ്സിലാക്കെന്ന് പറയും. അപ്പൊ നമ്മൾ ഗ്ലാസ്സിലാക്കി എന്ത് പറ്റി? ഇങ്ങനെയാണ് ഓടിക്കുന്നത്. മറ്റുള്ള കാര്യം ബോഡിയിൽ പറഞ്ഞിട്ട് അയാൾ നമ്മൾ ചീത്ത് പറയരുത്. നമ്മൾ എന്ത് ചെയ്യും? സോറി അല്ലേ? സോറി പറഞ്ഞിട്ട് നമ്മൾ ഹരേകൃഷ്ണൻ പറയും, ഗ്ലാസ്സിലാക്കും. അങ്ങനെ വലിച്ചു അല്ലേ? ഈ ചീത്ത പറയാൻ പറഞ്ഞ ആള് വലിച്ച് ചലിച്ച് ഒരുപാട് പരിവായി. ഞാൻ എന്തോ ഇയാൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല, ഈ മലയാളിയല്ലേ, ഹിന്ദിക്കാരൻ പറ്റുവാണോ എന്തൊക്കെ വിചാരിച്ചു അല്ലേ? നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരു വ്യത്യാസം. നമ്മുടെ ബി പി കൂടില്ല. കാര്യം എന്താണ്? നമ്മൾ ആ സത്വഗുണത്തിൽ തന്നെയാണ്. ഇത് ശീലിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന വ്യത്യാസം. നമുക്ക് ചീത്ത പറയാനേ തോന്നില്ല. ഇതിനു മുമ്പേ ഇതിൽ വരുന്നതിന് മുമ്പേ ആണെങ്കിലും
അയാളെ തന്തയ്ക്ക് ആദ്യം പറയും, അത് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന തള്ളയ്ക്ക് പറയും, അല്ലേ? ഗൗരവ ടീച്ചർ ഞാനൊരു ദിവസം ഇങ്ങനെ കാർ ഓടിച്ചിട്ട് ഈസ്റ്റ് കോട്ടിൽ നിന്ന് പോയിട്ട് വെള്ളായണി ജംഗ്ഷനിലാണ്, വെള്ളായണി ജംഗ്ഷൻ അവിടെ ഒരു പോത്തീസിന്റെ ഫ്രണ്ടിൽ, അത് വെള്ളായണി, അതിന്റെ ഫ്രണ്ടിലുള്ള സിഗ്നലിൽ എത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാണാം 2 സ്കൂട്ടറിലുള്ളത്. ഒരു സ്കൂട്ടറിലുള്ള ആള് അയാളുടെ ഹെൽമെറ്റ് ഊരിയിട്ട് മറ്റേ ആളിനെ അടിക്കുകയാണ്. അപ്പൊ അയാളും മറ്റേ ആളും ഉടനെ ഒരാൾ വയസ്സായ ഒരാൾ കുറച്ച് ചെറുപ്പക്കാരനാണ്, മറ്റേ ആളും ആ അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ഊരി തിരിച്ചടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരന് അവരോട് അടിച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റുന്നില്ലല്ലോ. ഈ ചെറുപ്പക്കാരൻ അയാളെ അടിച്ച് താഴെയും. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ വേറൊരുത്തൻ സ്കൂട്ടറൊക്കെ കളഞ്ഞിട്ട് അവന്റെ ഹെൽമെറ്റും കൊണ്ട് ഓടി വരികയാണ് ഇവനെ ആക്രമിക്കാൻ. അങ്ങനെ 3 പേര് അടിയായി. അപ്പോൾ പിന്നെ ഇപ്പുറത്തെ വശത്ത് നിന്ന് കാണാം വേറൊരാൾ 4 പേരും കൂടെ ഒരുത്തനടുത്ത് ചമ്മന്തിയാക്കുക, അല്ലേ? അപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ വന്ന് നിങ്ങൾക്ക് എൻ്റെ കുഴപ്പം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സിഗ്നലിൽ വന്ന് സ്ഥലം കിട്ടി ഞങ്ങളെ പോയി. അവിടെ പിന്നെ സംഭവിച്ചെന്ന് അറിയില്ല. എന്താ കാര്യം? അവർ 2 പേരും തമോ ഗുണത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്ലാസ് പൊക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് തള്ളയ്ക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ മോശമായിട്ട് തിരിച്ച് അതുപോലെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലേ? അവിടെ വലിയ പ്രശ്നമാകും. 2 പേരുടെ ബി.പി പൊക്കും, അല്ലേ? ഹാർട്ട് അറ്റാക്ക് വരും, അല്ലേ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ചു വെക്കണം. നേരെ മറിച്ച് നമ്മൾ ഹരേ കൃഷ്ണ മഹാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ചിന്ത വരുമോ? ഒരിക്കലും ചിന്ത വരും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മൾ സാത്വിക ഗുണത്തിലാണ് വർദ്ധിക്കുന്നതെന്നാണ്. അതിനിടയിൽ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സദാ ഹരിയായിട്ടിരിക്കുക. സദാ എപ്പോഴും നമ്മൾ ഹരേ കൃഷ്ണ മഹാമെന്ന് പറഞ്ഞിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും 14 റൗണ്ട് ജപിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ജപിക്കുന്നത്? അങ്ങനെ വിചാരിക്കണം. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? നമ്മൾ ഇത്രയും വളരെ വയസ്സ് കാലത്താണ് നമ്മൾ ഈ തുടങ്ങിയത്, അല്ലേ? 5ാമത്തെ വയസ്സിൽ തുടങ്ങേണ്ടതെന്നാണ് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 5ാമത്തെ വയസ്സിൽ തുടങ്ങി ഇല്ല, നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല, നമുക്ക് സൗകര്യം കിട്ടിയില്ല, അല്ലേ? നമുക്ക് ആരും പറഞ്ഞിരുന്നില്ല, ഹരീഷ്ണ മോഹൻ ആരും നമുക്ക് പറഞ്ഞിരുന്നില്ല. നമുക്ക് അതിനുള്ള ഭാഗ്യം അല്ലെങ്കിൽ വിധിച്ചിട്ടില്ലാതാണ്. നമുക്ക് ഈ വളരെ വൈകിയ വേളയിലാണ് തുടങ്ങി. അപ്പൊ ഇത്രയും കാലം കഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ഓവർകം ചെയ്യണ്ടേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൗണ്ടർ ഉണ്ടോ അല്ലെങ്കിൽ മാല ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കൗണ്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. ആരുണ്ട്? അല്ല, പ്രകൃതി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിനും ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല, അല്ലെ? എന്തിനാണ് അത് നിൽക്കുന്നത്? നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു? കേട്ടോ, ഇവിടെ ഉണ്ട്, നമ്മളുടെ ഫ്രണ്ടിലുണ്ട്, അല്ലേ? നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താ പ്രവർത്തിക്കുന്നത്, അല്ലേ? ഈ കിട്ടുന്ന എല്ലാവരും ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കണം, മറന്നുപോലെ, അല്ലേ? ചില ആൾക്കാരുടെയൊക്കെ 200 പേജൊക്കെ ആയി. വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇതൊക്കെ എവിടെ കൊണ്ടുവയ്ക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ തീർക്കുക, എത്ര ജന്മം എടുത്താലും തീർക്കുക, അല്ലേ? അതൊക്കെ നള്ളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ഹരേ കൃഷ്ണ മഹാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? പറയുന്നതോറും നമ്മുടെ ആ വെയിറ്റ് കുറഞ്ഞു നമ്മൾ ടൺ കണക്കിന് വെച്ചോണ്ടിരിക്കുമല്ലേ? ടൺകണക്കിന് എന്താണ് വെച്ചോണ്ടിരിക്കണേ? പാപകർമ്മങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം, അല്ലേ? അതൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മളിങ്ങനെ സദാ ഹരിയാട്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഹരേ കൃഷ്ണ മഹാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നതോറും നമുക്ക് ഓരോ പാവമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആവാനായിട്ട്, അല്ലെ? ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നല്ലേ പറയാം. അപ്പൊ നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ലഗേജേ വേണ്ട. വേണ്ടാതിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? മഹാമന്ത്രം പറയണം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അപ്പൊ അതാണ് വേണ്ടത്. ഹരേ കൃഷ്ണ. ഭഗവാൻ ഇവിടെ പറയുന്നു, രാവിലെ എല്ലാവരും സത്വഗുണത്തിലായിരിക്കുമ്പോൾ കുളിച്ച് മംഗളാരതിക്ക് പോകുന്നു, ജപിക്കുന്നു. രജോഗുണത്തിലാകുമ്പോൾ ആ സമയം വാട്സപ്പ് നോക്കിയിരിക്കും, അല്ലെ? മൊബൈലിൽ സിനിമ കാണും. ഇനി ഒരുവന് കിടന്നുറങ്ങാനാണ് താല്പര്യമെങ്കിൽ അവൻ ഏത് ഗുണത്തിലായിരിക്കും? തമോ ഗുണത്തിലായിരിക്കും, അല്ലേ? അപ്പൊ രാവിലെ വിളിച്ചാൽ എണീച്ചില്ലെങ്കിൽ നിങ്ങൾ ഏത് ഗുണത്തിലായിരിക്കും? തമോ ഗുണത്തിലായിരിക്കും. അപ്പൊ ഇനി വിളിച്ചാൽ എനിക്ക് ഓർമ്മ, അല്ലേ? അപ്പൊ മനസ്സിലാവും തമോ ഗുണത്തിലാണ്, അല്ലേ? രജോ ഗുണത്തിൽ വർദ്ധിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് വരും. അതിങ്ങനെ നമ്മെ വരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ഒരു ശരാശരി ആളുടെ മാസ വരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അന്നൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ശമ്പളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അവർക്ക് 3000 രൂപ 4000 രൂപയ്ക്കാണ് കെട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? അന്ന് 4000 രൂപ 5000 രൂപ നമുക്ക് വലിയ ശമ്പളം. നമ്മളെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിരുന്നില്ലേ അല്ലേ? വളരെ ഹാപ്പി ആയിട്ടാണ് ആ 3000 രൂപയ്ക്ക് അല്ലെങ്കിൽ 4000 രൂപയ്ക്ക് 4, 5, 6 പേര് സുഖമായിട്ട് കഴിഞ്ഞിരുന്നത്. ഇപ്പൊ അതേ സമയത്ത് 50,000, 60,000, 1 ലക്ഷം ഒക്കെയാണ് ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ വാങ്ങുന്നത് അല്ലേ? ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പൊ 3 പേര് അല്ലെങ്കിൽ 4 പേരേ ഉള്ളൂ. ആ 4 പേർക്ക് സന്തോഷമുണ്ടോ? തികയുന്നില്ല അല്ലേ? ഒന്നാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം നോക്കുമ്പോൾ 0. ബാലൻസിൽ ഒന്നുമില്ല. ഇനി എന്തോ ചെയ്യും? ഇനി കിടക്കും ബാക്കി 27 ദിവസം അല്ലേ? ആ ഒരു അല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ നമുക്ക് എത്തുന്നത്? നമ്മൾക്ക് സന്തോഷവും കിട്ടുന്നത് അല്ലേ? അതാണ് പറയുന്നത്. രജോ ഗുണത്തിലാണെങ്കിൽ തമോ ഗുണത്തിലാണെങ്കിലും അവരാരും സമാധാനപരമായി ജീവിക്കുന്നില്ല. പ്രഭുപാദൻ ഇത് എപ്പോഴും ഊന്നി പറയുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയ നാളിൽ ഒരു കവിത എഴുതുന്നുണ്ട്. അമേരിക്കയിൽ ഭൂരിഭാഗം ജനങ്ങളും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അലയുന്നവരാണ്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. അവരിങ്ങനെ എന്ത് ഇന്ദ്രിയ തൃപ്തി ഇന്ന് പുതിയതായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ആ സമയത്താണ് പ്രഭുപാദൻ അവിടെ എത്തുന്നത്. ഞാൻ എങ്ങനെയാണ് ഇവർക്ക് വാസുദേവ കഥ പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് ആര് വിചാരിച്ചു? നമ്മുടെ ശ്രീ പ്രഭുപാദൻ വിചാരിച്ചു. ഒരു പത്രപ്രവർത്തകൻ ഒരിക്കൽ പ്രഭുപാദനോട് ചോദിച്ചു, അങ്ങേക്ക് ലണ്ടൻ എങ്ങനെ തോന്നുന്നു? അദ്ദേഹം ലണ്ടനിലായിരുന്നപ്പോ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ് അല്ലേ, ഹൗ ഡു യു ഫീൽ ലണ്ടൻ? നിങ്ങൾക്ക് എങ്ങനെയാണ് ലണ്ടൻ എങ്ങനെയാണെന്നാണ് തോന്നുന്നത്? ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയോ? ലണ്ടൻ ഒരു ഹെൽ ആണ്, ലണ്ടൻ ഒരു നരകമാണ് അല്ലേ? ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല. അവിടെ താമസിക്കുന്ന ആളാണ് പറയുന്നത് അല്ലേ? ആരോട്? ലണ്ടനേഴ്സിനോട്, ലണ്ടനിൽ താമസിക്കുന്ന ആൾക്കാരോട് പറയാണ്, UK-സിനോട് ചോദിക്കും, പറയാണ് ഇതൊരു ഹെല്ലാണ്, ഇതൊരു നരകമാണ്. നരകമാണ്. അവർക്കെല്ലാം ഉണ്ട്, പക്ഷേ അവർ ഹാപ്പിയല്ല. അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, അവർക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷെ അവര് ആരും തന്നെ സന്തോഷവാന്മാരല്ല. ഈ 3 ഗുണങ്ങൾ പഠിച്ചതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടം അല്ലെ? എന്താണ് നമുക്ക് ഉപയോഗം? ചിലർ പറയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് നേടാനാണ്? പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ അല്ലെ? കൂടുതൽ എന്താണ് ഈ മെറ്റീരിയലിസ്റ്റുകാരും ഭൗതികവാദികളും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ? മര്യാദയ്ക്ക് ജോലി കൊണ്ട് മര്യാദയ്ക്ക് ഒരു ജോലി ഉണ്ടാക്കി, ജോലി ചെയ്ത് ശമ്പളം വാങ്ങി പൈസ ഉണ്ടാക്കി സന്തോഷമായിട്ട് ജീവിച്ച പോരെ, ഇതിന്റെ പുറകെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? നമ്മൾ ആരെങ്കിലും ജപിക്കാനായിട്ട് പറയാൻ ചെല്ലുമ്പോൾ അവർ ഈ ചോദിക്കാൻ ചോദ്യം ഇതാണ്: ജീവിതം വളരെ എന്താണ് തുച്ഛമാണ്, കുറച്ചാണ്, ചെറിയ ലൈഫ് വളരെ ചെറുതാണ് അല്ലേ? അത് മാക്സിമം ആസ്വദിക്കണമെന്നാണ് ആര് പറയുന്നത്? ഭൗതികവാദികൾ പറയുന്നത്. നമ്മളത് കേൾക്കാറുണ്ടോ അല്ലേ? ചിലപ്പോൾ നമ്മളാരും പറയുമോ ശരിയാണ് അല്ലേ? ചിലപ്പോൾ തെറ്റിപ്പോ നമ്മൾ പദം വിപദമാക്കുന്നു. മായതയിൽ നമ്മൾ കുറേ നടക്കുമോ വാളുകൊണ്ട്, ഓരോ ഐസ്ക്രീം കൊണ്ട് നടക്കുക അല്ലേ? ഇത് പിടിച്ചോ നടത്തില്ല അല്ലേ? നമുക്ക് ആഗ്രഹം തോന്നിപ്പോവും. ആ രീതിയിലാണ് അവരുടെ എന്താണ്. ഇപ്പൊ നമ്മൾ TV തുറന്നാലോ പേപ്പർ തുറന്നാലോ എന്താ കാണാം? ഇങ്ങനെയുള്ള പരസ്യങ്ങളാണ് കാണാം. ഒന്നും വേണ്ട, മൊബൈൽ എടുത്ത് പരസ്യം നോക്കൂ അല്ലേ? നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളില് ആഗ്രഹമുള്ളത് അത് അവർ കൊണ്ട് കാണിച്ചു. അത് കണ്ടിട്ടുണ്ടോ? മൊബൈലില് എന്ത് പരസ്യമാണ് നിങ്ങൾക്ക് വരുന്നത്? നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളാണ് ആര് നമുക്ക് കൊണ്ടുതരുന്നത്? ഗൂഗിൾ തുറന്നു വരുന്നത് അല്ലേ? അപ്പൊ മൊബൈലിന് പോലും അറിയാൻ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്, നമ്മൾ എന്താണ്, നമ്മുടെ വാഞ്ച എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതിനനുസരിച്ച് അവരിങ്ങനെ കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കും അല്ലേ? നേരെ മറിച്ച് നമുക്ക് ഭഗവാന്റെ താല്പര്യമാണെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും? നമുക്ക് ഭഗവാന്റെ കഥകൾ കൊണ്ട് തരും അല്ലേ? നമുക്കറിയില്ലെങ്കിലും ആർക്കറിയാം? നന്നായിട്ട് ഗൂഗിള് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ചെയ്യുന്ന ഒന്നും ആരും അറിയുന്നില്ലെന്ന്. ഗൂഗിൾ ഇതെല്ലാം അറിയുന്നുണ്ട്. പ്രകൃതിയുടെ അപ്പുറത്താണ് എന്താണ് ഗൂഗിള് അല്ലേ? ഇതെല്ലാം അവരാണ് ആദ്യം അറിയുന്നത്. നമ്മുടെ ബാങ്ക് ബാലൻസ് പോലും അവർക്കറിയാം, നമുക്കറിയില്ല അല്ലേ? അറിയാമല്ലയോ? ആരൊക്കെയാണ് GPay ഉപയോഗിക്കുന്നത്? അവരുടെ എല്ലാവരുടെയും ബാങ്ക് ബാലൻസും നിങ്ങൾക്ക് എന്തുമാത്രം അക്കൗണ്ട് ഉണ്ടെന്ന് എല്ലാം ആർക്കറിയാം? ഗൂഗിളിന് അറിയാം. നമ്മൾ വിചാരിക്കും ആർക്കും അറിയില്ലെന്ന് അല്ലേ? അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അമേരിക്കയിലോട്ടാണ് പോകണത്, ഇവിടെ അല്ല. ഓക്കെ, ഞാൻ പേടിപ്പിച്ചതല്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ പൈസയൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ നാം ഭഗവാന്റെ അംശമാണെന്ന് നമ്മുടെ ലക്ഷ്യം തിരികെ ഭഗവത്ധാമത്തിൽ എത്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ആ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കണം. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിന് എത്ര ദൂരം ആകാശത്ത് പറക്കാനാകും?
നമ്മുടെയൊക്കെ ഡെസ്റ്റിനേഷൻ നമുക്കറിയാം. എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ? എവിടെയാണ് പോകേണ്ടത്? അല്ലേ? സംശയം ഉണ്ടോ? അല്ലേ? അത് എങ്ങനെ പോകണമെന്നും ഏത് വഴിക്ക് പോകണമെന്നും ഏത് വഴിക്ക് പോയാലാണ് നമുക്ക് അവിടെ എത്താമെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതിനുവേണ്ടിയല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലേ? അതിനുവേണ്ടി എന്തൊക്കെ ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്? നാമം ജപിക്കുന്നു, പിന്നെ പണി പോകണം. നാമം ജപിക്കുന്നു, പിന്നെ യമനിയമങ്ങൾ പാലിക്കുന്നു, പിന്നെ ഏകാദശി വ്രതം എടുക്കുന്നു. പിന്നെ ഇന്നൊരു വ്രതം ഉണ്ടായിരുന്നു. ആരൊക്കെ എടുത്തു? ഇന്നെന്ത് വ്രതമാണെന്നെങ്കിൽ അറിയാമായിരുന്നു. അദ്വൈതാചാര്യന്റെ പേരൻസ് ഡേ ആണ്. അത് ആരാണെന്ന് അറിയോ? പഞ്ചരത്വത്തിലുണ്ട് അദ്വൈതാചാര്യൻ, അല്ലേ? അദ്ദേഹത്തിന്റെ ആവിർഭാവ ദിവസം, അല്ലേ? ആവിർഭാവ ദിവസം എന്നല്ലേ പറയുള്ളൂ, അല്ലേ? അപ്പൊ നമ്മൾ എന്തിനാണ് ആ ഹോസ്പിറ്റാലിറ്റി എടുക്കുന്നത്? എന്തിനാണ്? അവരെ സന്തോഷിപ്പിക്കാൻ, അല്ലേ? അവരുടെ ആവിർഭാവ ദിനത്തിൽ നമ്മള് എന്താണ് വ്രതം അനുഷ്ഠിച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെന്താ ചെയ്തത്? ഫാസ്റ്റിംഗ് ചെയ്താൽ, ഫാസ്റ്റിംഗ് മനസ്സിൽ എന്താ പറയാ, ഉപവാസം ചെയ്ത് എങ്കിലേ ക്ലിയർ മനസ്സിലാവും. ഉപവാസിച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? അത്രയും കുട്ടിയും കിട്ടുകയാണ്, അല്ലെ? അവരുടെ ബ്ലെസ്സിങ്സ് കിട്ടും. അവരുടെ ബ്ലെസ്സിങ്സ് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി സുഗമമായി കിട്ടുന്നതാണ്, അല്ലേ? ഏകാദശി എടുക്കുന്നത് പോലെയാണ് ഈ ഇങ്ങനെയുള്ള ആചാര്യന്മാരുടെ അവര് ഈ ലോകം വിട്ടു പോയാലും ജനിച്ചാലും നമുക്ക് ഒരേപോലെയാണ്, അല്ലേ? ഒരേപോലെ സന്തോഷമാണ്, അല്ലേ? നമുക്ക് വിഷമമുണ്ടോ? ദുഃഖമില്ല, നമുക്ക് സന്തോഷം തന്നെയാണ്, അല്ലേ? അപ്പൊ ആ 2 ദിവസങ്ങളിൽ നമ്മൾ ഉപവസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എന്താണ് പുണ്യം കിട്ടുകയെന്നാണ്. പുണ്യം എന്തിനാ കിട്ടണേ? സ്വർഗലോകത്തേക്ക് പോകാനാണോ? അല്ല. പിന്നെയോ നമുക്ക് അവലോക വൃന്ദാവനത്തിലേക്ക് പോകാനും, അല്ലേ? അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിന് എത്ര ദൂരം ആകാശത്ത് പറക്കാനാകും? നമുക്ക് നമ്മുടെ യാത്ര എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, മൻ മനാഭാവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കൂ മാമേ വൈശ്യസിവ മാത്മാനം മത്പരായണം. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഭഗവാന്റെ ചിന്തയിൽ, ഭഗവാന്റെ വിചാരത്തില് ഒഴുകിയിരിക്കണമെന്നാണ്, അല്ലേ? അവസാനം പറഞ്ഞ എന്താണ് ഭഗവാൻ? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വം സർവപാദേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. സർവധർമ്മങ്ങളും ത്യജിച്ച് എന്നിൽ ശരണം തേടൂ. ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഭയപ്പെടേണ്ട. ഇവിടെ ഭഗവാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ അടിവരയിട്ട് എന്ന് ആർക്കെങ്കിലും പറയാനുണ്ട്? എല്ലാവർക്കും മനസ്സിലായി? മാം, എന്നെ മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. അവിടെ ഇരിക്കുന്നുണ്ട് 33 കോടി, അല്ലേ? അങ്ങോട്ട് നോക്കരുത്. എത്ര പേരാണ് അതിൽ വിശ്വസിക്കുന്നത്? പറയാം. എത്ര പേരാണത്? എല്ലാവരും വേണോ? മാമേകം പോരെ, പിന്നെന്ത് പൊക്കാത്തത്? പൊക്കിയാ കണ്ടില്ലേ? മാമേകം ആണല്ലേ? എത്ര പേരാണ് അത് പ്രാക്ടീസ് ചെയ്തത്? കൈവക്കാൻ. എന്താ കൈവക്കാത്തത്? കൈവക്കാത്ത ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ്. ഇന്ന് തിരിച്ചു പോകുമ്പോ ആ പൂജാമുറിയിലോട്ടൊന്ന് പോയാണ്, അല്ലേ? മാം ഏകമാണോ മാം 1000 ആണോ അവിടെ കാണുന്നത്, അല്ലേ? മാം 33 കോടിയാണോ മാം ഏകമാണോ എന്ന് അവിടെ നമുക്കറിയാൻ പറ്റും, അല്ലേ? അത് എന്നാണോ നമുക്ക് ഭഗവാന്റെ ഇവിടെ കാണുന്നത് മാത്രം നമ്മുടെ പൂജാമുറിയിൽ ആക്കാൻ പറ്റുന്നത് അന്നാണ് നമ്മൾ ഈ ഭഗവാൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നത്. മാമേകം ശരണം വ്രജ, അല്ലേ? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ സമ്മതിക്കുന്നു. വളരെ പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി, ഗ്രാജുവലായിട്ട് നമുക്കത് മാറ്റാൻ കഴിയും, അല്ലേ? പതുക്കെ നമ്മൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഒരു വിഗ്രഹം എവിടെ കൊണ്ടുവയ്ക്കും? നമ്മളെ പൂജാമുറി കൊണ്ടുവയ്ക്കും, അല്ലേ? കൊണ്ടുവച്ചാൽ പിന്നെ എടുക്കാൻ പറ്റില്ല, അല്ലേ? കാരണം എല്ലാ ദിവസവും നമ്മൾ പൂജ ചെയ്യുന്നതാണ്. അതിനകത്ത് കുറെ ശക്തി വരും, അല്ലേ? പൂജ ചെയ്താൽ തീർച്ചയായിട്ടും ശക്തി വരും, അതിന് സംശയമൊന്നും വേണം, അല്ലേ? അതിനായിട്ട് മാറ്റി വെക്കണം. എങ്ങനെ? അതെങ്ങാനും മാറ്റി വെച്ചിട്ട് തട്ടി എങ്ങാനും വീണ് കഴിഞ്ഞാൽ തീർന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അത് എടുക്കുന്നത് കേട്ടോ. തട്ടി വീണത് കേട്ടോ. വെറുതെ നമ്മള് കണ്ണാറാണ് തട്ടി വീണത്, അല്ലെങ്കിൽ ഈ സാരി തുമ്പ അല്ലെങ്കിൽ മുണ്ടിനും ഉടക്കിയത് കൊണ്ട് തട്ടി വീണാണ്. പക്ഷെ നമ്മൾ ആരും പറയും കണ്ട
അത് മാറ്റി വെച്ചത് കൊണ്ടാണ് തട്ടി വീണത്. പറയോ ഇല്ലയോ? അത് നമ്മുടെ മാനസിക രോഗമാണ്. സോറി ടു സേ, നമ്മുടെ എന്താണ് മാനസിക രോഗം, മാനസിക പ്രശ്നം. രോഗം ഞാൻ പറഞ്ഞുള്ളൂ, അത് രോഗമാണ് അല്ലെ? അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അത് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ എന്താണ് നമ്മുടെ ജപം അത്രയും ദൃഢമാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 3 കാര്യം നമ്മൾ അതിൽ ഇങ്ങനെ വളരെ മുഴുകിപ്പിക്കണം. ഏതൊക്കെ 3 കാര്യങ്ങൾ? ജപിക്കുമ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. ഈ 3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജപം ശരിയായിരുന്നു. ആ ജപം ശരിയാകുമ്പോൾ തന്നെ ഇതെല്ലാം താനേ നമ്മൾ ബഹുമാനിക്കും. പിന്നെ നമ്മൾ ഇവിടെ എന്താവും? മാം ഏകം ശരണം പ്രത്യേകം. ആവല്ലോ, ആവാൻ പറ്റാത്തതുണ്ടോ? ഇല്ല, നമുക്ക് തീർച്ചയായിട്ടും പറ്റും. ഒരു കാര്യം ഞാൻ 100% ഗ്യാരണ്ടീഡ് പറയാം, ഈ ദേവന്മാർക്കും നമുക്കുള്ള അസൂയയില്ല. അവർക്ക് ഒരിക്കലും അസൂയ വരില്ല അല്ലേ? നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വളരെ സന്തോഷമാണ്. കാര്യം എന്താണ്? നമ്മൾ അവരുടെ ദേവനെയാണ് നമ്മൾ പൂജിക്കുന്നത് അല്ലേ? നമ്മൾ ആരാധിക്കുന്നത് അവരുടെ ഭഗവാനെയാണെന്നുള്ളത് കൊണ്ട് അവർക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ? ശിവഭക്തന്മാർക്കും ദേവി ഭക്തന്മാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ശിവഭഗവാൻ ആരെയാണ് ഭജിക്കുന്നത്? ഭഗവാനാണ് ഭജിക്കുന്നത്. രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ്. അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല അല്ലേ? ശ്രീരാമചന്ദ്രൻ, ഓക്കെ അല്ലേ? അതാരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അല്ലേ? അപ്പൊ എന്തുകൊണ്ട് അപ്പോ ശിവഭഗവാൻ നമ്മളോട് എന്തെങ്കിലും ദേഷ്യം തോന്നുമോ? എനിക്ക് എന്നെ കാണിച്ചു തരാം എന്ന് വിചാരിക്കുമോ? ഒരിക്കലും ഇല്ല. അത് നമുക്കേ ഉള്ള ആ വൃത്തിയുടെ സ്വഭാവം അല്ലേ? നമുക്കാണ് ആ ചഞ്ചലമായിട്ടുള്ള മനസ്സുകളുള്ളത്, അല്ലെങ്കിൽ വൃത്തികെട്ട മനസ്സുള്ളത് അല്ലേ? അപ്പോൾ ഭഗവാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവും. എന്താ കാര്യം? എൻ്റെ ഭഗവാന്റെ കുഞ്ഞുങ്ങൾ അല്ലേ? ശിവഭഗവാൻ തന്നെ എന്താ പറഞ്ഞെന്നറിയാം? ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഭക്തന്മാരെക്കാളും താല്പര്യം എൻ്റെ ഭഗവാന്റെ ഭക്തന്മാരോടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? അദ്ദേഹം ഒരിക്കലും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെയാണ് ഭഗവാന്മാരെ നമ്മൾ അല്ലെങ്കിൽ ദേവതമാരെല്ലാം ദേവന്മാരും ദേവിമാരും ചിന്തിക്കുന്നു. നമ്മൾ എന്തിനാ പേടിക്കുന്നുണ്ട്? നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ആ ദൃഢവിശ്വാസം, ഭഗവാനുള്ള ദൃഢവിശ്വാസം അല്ലേ? അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആൻഡ് മൂവ് സ്ട്രൈറ്റ് പോകും അല്ലേ? അന്ന് നമ്മളത് മാറ്റിയിരിക്കും. ഹരേ കൃഷ്ണ. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്നെ ശ്രമിക്കും. അതുകൊണ്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 താല്പര്യമുണ്ട് നമുക്ക്. വേണ്ട 2 താല്പര്യം. ഒന്ന്, എനിക്ക് ഭഗവത്ഗീത വിശദമായി പഠിക്കണം. അങ്ങനെ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എല്ലാവരും അല്ലേ? കാര്യം എന്താണ്? മാനുവൽ, നമ്മുടെ മാനുവലാണെന്നുള്ളത് അല്ലേ? ഭഗവത്ഗീത അറിയാമെങ്കിൽ വി നോ ഹൗ ടു ലീവ് ആൻഡ് ഹൗ ടു ഡൈ അല്ലേ? ആ ഒരു ഇത് പഠിപ്പിക്കുന്നത് എവിടെയാണ്? ഈ ഭഗവത്ഗീതയിലാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭഗവത്ഗീത അത്ര കാര്യമായിട്ട് വളരെ ആഴത്തിൽ പഠിക്കണം. വെറുതെ മോളിൽ കൂടെ വായിച്ചാൽ പോരാ അല്ലേ? ചിലർ പറയും ഞാൻ 15 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഒന്നും അറിഞ്ഞില്ല അല്ലേ? എന്തെങ്കിലും ചോദിച്ചു നോക്കട്ടെ അല്ലേ? ഒന്നും മനസ്സിലായിട്ടില്ല. കാര്യം എന്താണ്? ബിക്കോസ് ദേ ഹാവ് നോട്ട് ഗോൺ ഡീപ്പർ ടു ദ ശ്ലോകസ്. അത് ആ വരികളുടെ ഇടയിൽ കൂടെ വായിക്കണമെന്ന് പറയും. അതിന് പ്രഭുപാദരും നമ്മുടെ ആചാര്യന്മാരൊക്കെ സഹായിച്ചാലേ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയിച്ചു. അപ്പോൾ നമ്പർ 1 ഒരു കാര്യം എന്താണ്? ഭഗവത്ഗീത നന്നായിട്ട് പഠിക്കണം, വിശദമായിട്ട് പഠിക്കണം. ഇനി മറ്റൊരു എന്താണ്? ജന്മം വേണ്ട. ഈ 2 കാര്യമാണ് നമ്മൾ അടിവരയ്ക്കുന്നത്. അതാണ് നമുക്ക് ഇനി മറ്റൊരു ജന്മം വേണ്ട. ഇനി ഒരു ജന്മം കൂടെ വേണം. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കൈ പൊക്കണം. വേണ്ടേ? വേണ്ട, തീർച്ചയാണല്ലേ? അതൊരു ഇച്ചിരി താല്പര്യം ഉണ്ടോ? ഒരു അമ്മ 95 വയസ്സായി, അവർ മരിക്കാനായി കിടക്കാണ്, ലാസ്റ്റ് ബ്രീത്ത് എടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇതിപ്പോൾ തീരും. അപ്പോൾ ഡോക്ടർ എല്ലാവരും പറഞ്ഞു, എല്ലാവരും പോരെ, ഇപ്പോൾ തീരും, ബാക്കി കുഴിയൊക്കെ വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് അവസാനമായി ഡോക്ടർ ചോദിക്കുകയാണ്, അമ്മമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ?
അവർ ജയിച്ചു നിൽക്കാൻ വയ്യ, അവർ പകുതി പാരാലിസ്ഡാണ് അല്ലേ. അവരുള്ള ആരോഗ്യം മുഴുവൻ എടുത്തിട്ട് അവർ പറഞ്ഞ് ഒരു ഇച്ചിരി നെത്തോലി കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്താ ചോദിച്ചേ? ശരി, നെത്തോലി മീൻ കഴിക്കാനുള്ള താല്പര്യം 95-ാമത്തെ വയസ്സിൽ കാലങ്ങ് കുഴിക്കാത്ത വെച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവരുടെ ആഗ്രഹം എന്തായിരുന്നു? ഇച്ചിരി നെത്തോലി കഴിക്കണമെന്നായിരുന്നു അല്ലേ. ഇത് പറഞ്ഞതും മരിച്ചതും ഒരുമിച്ചിരുന്നു. കാരണം ഉള്ള ആരോഗ്യം മുഴുവൻ എടുത്തിട്ടാണ് അത്രയും പറഞ്ഞത് അല്ലേ. ഇതാ ഒന്ന്. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടിയിരുന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയണം, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യം ഓർക്കുന്നതിന് പകരം എന്താ ഓർത്തത്? മീനാണ്. അടുത്ത ജന്മം അവർക്ക് എന്ത് കിട്ടി? മീനായിട്ടല്ല, അല്ല പൊന്മാനായിട്ട് കിട്ടി. കൊക്കായിട്ട് പൊന്മാൻ അറിയോ? അതിന്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം മീനാണ് അല്ലേ. അതിന് എപ്പോഴൊക്കെ മീൻ കഴിക്കണമെന്ന് തോന്നുന്നു അതിങ്ങനെ ആ പുഴയുടെ മുകളിൽ വന്നിട്ട് അത് ഒരൊറ്റ ഡൈവിങ് ആണ് താഴോട്ട്. തിരിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു മീൻ ഇങ്ങനെ പിടയ്ക്കും ചുണ്ടിട്ട് അല്ലേ. അത് വളരെ സൗകര്യപൂർവ്വം അത് അങ്ങനെ ബാൽക്കണിയിൽ, അതായത് ഒരു മരത്തിന്റെ മുകളിൽ പോയിരുന്ന് വളരെ AC ഒക്കെ കൊണ്ടിട്ട് സുഖമായിട്ട് അത് കഴിച്ചുണ്ട്. അത് എന്തായിരുന്നു ആഗ്രഹം? അല്ല, ഈ അമ്മൂമ്മയ്ക്ക് നെത്തോലി വേണമെന്നല്ലേ ആഗ്രഹിച്ചത്, നെത്തോലി ആവണമെന്ന് ആഗ്രഹിച്ചില്ലത്. മനസ്സിലായി മതി. നെത്തോലി കഴിക്കാനാണ് താല്പര്യം. ആയിക്കോ, എനിക്ക് അതിനുള്ള ശരീരം തരാൻ ഞാൻ എന്ന് പ്രകൃതി പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു. യെസ്, കൊക്കായിട്ടോ അല്ലെങ്കിൽ ഈ പൊന്മാനായിട്ടോ വന്നാലേ നെത്തോലി കഴിക്കാൻ പറ്റുള്ളൂ. നെത്തോലി കഴിക്കാൻ പറ്റുള്ളൂ, പറ്റത്തില്ലല്ലോ അല്ലേ. അതാണ്. അപ്പൊ നമ്മളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് ഭഗവാൻ ഒരിക്കലും നമ്മുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കില്ല. നീ എന്താഗ്രഹിച്ചാലും ഞാൻ തരും. അതാണ് പ്രകൃതി കൊടുത്തിരിക്കുന്ന നിയമം അല്ലേ. എന്റെ കുഞ്ഞുങ്ങൾ അവിടെ താഴോട്ട് വരുന്നത് അവർക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. അവർ എന്താഗ്രഹിക്കുന്നു അത് കൊടുത്തേക്കണം. അതാണ് പ്രകൃതി അതുപോലെ വളരെ ഭംഗിയായി ചെയ്യുന്നത് അല്ലേ. നമ്മള് എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് കിട്ടും. ഇനി വല്ല കടിച്ചു പറിച്ച് തിന്നണമെന്നാണ് താല്പര്യമെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ കടിച്ചു പറിച്ച് തിന്നുന്ന നമ്മൾ നല്ല കൂർത്ത പല്ലുകളൊക്കെ വേണ്ടി അല്ലേ. അപ്പോൾ അടുത്ത ശരീരത്തിൽ ഓൾറെഡി പല്ലായി കഴിഞ്ഞു. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് ഓൾറെഡി മോൾഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഓർമ്മ അത് കിട്ടും. അപ്പോൾ ആദ്യത്തെ പല്ല് വന്നു. പല്ലുണ്ടെങ്കിൽ നല്ല മൂർത്ത പല്ലുണ്ടെങ്കിൽ അത് കടിച്ചു തിന്നാൻ പറ്റുള്ളൂ. പല്ല് വന്നു അല്ലേ. പല്ലുണ്ട്. ഇനി മൃഗങ്ങളുടെ പുറകേക്ക് ഓടണമെങ്കിൽ നല്ല വാല് വേണം. വാലിങ്ങനെ നീക്കി വെച്ചാലേ ഓടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരു വാല് കിട്ടി അല്ലേ. ഈ മൃഗങ്ങളൊക്കെ പുറകെ ഓടണമെങ്കിൽ 2 കാലം ഓടി എത്ര ഓടാൻ പറ്റും? അതൊന്ന് 4 കാലം കൊടുത്തു അല്ലേ. അപ്പൊ 4 കാലായി, ഊർത്ത പല്ലായി, വാലായി, എന്തോ ആയി. ഇപ്പൊ മനസ്സിലായി നമ്മുടെ രൂപം എന്താണ് അല്ലേ. അത് നമുക്ക് കിട്ടും. അടുത്ത ജന്മത്തിൽ നമുക്കത് കിട്ടും. വല്ല ആവശ്യമുണ്ടോ? അതിനേക്കാളും നല്ലത് ഭഗവാനെ കൃഷ്ണ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വൃന്ദാവനത്തിൽ ഡയറക്റ്റായിട്ട് പോകാം. അത് വേണം. അത് ഇനി എത്രയോ ജന്മങ്ങൾ 33 കോടി അല്ലല്ല 54,000 അല്ലെ സ്പീഷീസിലേക്ക് ഇനി കിടക്കണോ? വേണ്ട. അതാണ് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കുക. നമ്മള് ഭഗവത് ധാമത്തിൽ എത്താനായിട്ട് നിരന്തരം ജപിക്കുകയും യമനിയമങ്ങൾ പാലിക്കുകയും ആനുകൂല്യങ്ങൾ കൃഷ്ണാനുശീലനമായി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായും ഭഗവത് ധാമത്തിൽ എത്താൻ സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും